ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഇന്നുള്ളത് കണ്ടെയ്നർ റോട്ടിലുള്ള വെള്ളക്കാന്താരിയിലാണ്. ഇവിടെ നമ്മൾ ഒരു സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നേക്കണേ. പക്ഷെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ അത്ര ആംബിയൻസ് തോന്നിയില്ലെങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഭയങ്കര ആംബിയൻസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവിടെ മെയിൻ ഐറ്റംസ് ഇതേ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. മീൻ കറി ഉണ്ടായിരുന്നു, ചെമ്മീൻ ഉണ്ടായിരുന്നു, പിന്നെ ഞണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമല്ല. ഇത് ഞണ്ട് അവർ പൊട്ടിച്ച് അതിൻ്റെ ഇറച്ചി മാത്രമായിട്ട് എടുത്ത് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. നമുക്ക് കഴിക്കാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ കടലിൽ കിട്ടാവുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഒരു വറുത്തും പൊരിച്ചും കറി വെച്ചിട്ടൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാനില്ല. ഒരാളുകൊണ്ട് പറ്റാട്ടോ. ഫ്രൈ വലുത് ഏതാ? കാളങ്കി ഫ്രൈ ആണോ റോസ്റ്റ് ആണോ? നമ്മളൊരു ഊണ് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ബീട്രൂട്ട് തോരനാണോ എന്തോ, ഓക്കെ. അത് പിന്നെ വെണ്ടയ്ക്ക തോരനുണ്ട്. വെണ്ടയ്ക്ക തോരൻ നല്ല അടിപൊളിയാകുന്നുണ്ട്. ബീട്രൂട്ട് ഞാൻ പൊതുവെ കഴിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് പോലും നോക്കാൻ ആ പരിസ്ഥിതിക്ക് പോയില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ കുഴി കുത്തി ഉപയോഗിക്കുന്ന സാധനം കണ്ടോ, ഇതാണ് ചെമ്മീൻ കറി. അതായത് നമ്മുടെ കൊച്ചി അല്ലെങ്കിൽ വൈപ്പിനി ഏരിയയിലേക്ക് വരുമ്പോൾ ഇവർ ഊണിൻ്റെ കൂടെ മെയിനായിട്ട് ഉണ്ടാവുന്ന സാധനമാണ്. അതൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. കൊഞ്ചിൻ്റെ ഐറ്റം രണ്ടും എടുത്തോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാൽ ചെമ്മീൻ കറി കൂട്ടിങ്ങനെ കുഴച്ചടിക്കാനുണ്ടല്ലോ. ചോറ് വയ്ക്കും വേറൊരു ലെവൽ തന്നെയാണ്. നിങ്ങൾ ഇനി വരുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ചെറിയ ചെമ്മീൻ നമുക്ക് കിട്ടും. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് സാധനം കേട്ടോ. എന്നും മീൻചാറും സാമ്പാറും കൂട്ടി കഴിക്കാണ്ട് ഒന്നും ട്രൈ ചെയ്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ സ്പെഷ്യലെല്ലാം വന്നു കേട്ടോ. നമ്മൾ പറഞ്ഞത് ഒരു കക്ക ഇറച്ചിയും ഒരു കൊഞ്ച് റോസ്റ്റും ഒരു ചെമ്മീൻ ഫ്രൈയും, അത് കൂടാണ്ട് ഒരു കാളാഞ്ചി ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാളാഞ്ചി ഫ്രൈ മാത്രമായിട്ട് നമുക്ക് വരാനുള്ളൂ. ഇത്ര ഐറ്റം വന്നപ്പോൾ തന്നെ നമ്മുടെ ടേബിൾ നിറഞ്ഞു കേട്ടോ. ടേബിൾ മാത്രമല്ല, മനസ്സും നിറഞ്ഞു. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മീനിൻ്റെ ഐറ്റംസ് വളരെ കുറവാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി മാത്രം കോതമംഗലത്ത് നിന്ന് വണ്ടി എടുത്ത് നേരെ ഇവിടം വരെ വന്നേക്കോട്ടോ. അപ്പോൾ നമ്മുടെ കാളാഞ്ചി ഫ്രൈയും അതുപോലെ തന്നെ കൊഴുവ് ഫ്രൈയും വന്നു. കൊഴുവ് ഫ്രൈ പിന്നെ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഐറ്റമാണ്. എവിടെ ചെന്നാലും കൊഴുവറുത്തതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്. എത്ര വലിയ മീൻ കഴിച്ചു എന്ന് പറഞ്ഞാലും രണ്ട് കൊഴുവറുത്തത് ലാസ്റ്റ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുള്ളൂ. നമ്മുടെ കാളാഞ്ചിയിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് സാധനം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ കാനഡയിൽ നിന്ന് വന്നിട്ട് നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തേടി പിടിച്ച് ഇവനെ ഇവിടെ കൊണ്ടുവന്നുണ്ടോ. എന്തായാലും ആൾക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ഒരു ഉരുള നമ്മൾ കൊഴുവ് കൂട്ടി കഴിക്കുമ്പോൾ ഒരു ഉരുള നമ്മൾ കക്ക കൂട്ടി കഴിക്കണം. അങ്ങനെ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഞാൻ ചുപ്പ് പറഞ്ഞു കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് കഴിക്കുക. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, അതായത് ഇത്രയും കറികൾ ഒന്നിയുമ്പോൾ തന്നെ എനിക്കൊരു കൺഫ്യൂഷനാണ് മെയിൻ സംഭവം. ഈ വെള്ളക്കാന്താരി എന്ന് പറഞ്ഞ ആ റെസ്റ്റോറൻറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണൂർ വഴി പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് പറഞ്ഞാൽ. പുറത്ത് നല്ല മഴയായിരുന്നു, അകത്ത് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. രണ്ടും നല്ല കോംബോ ആയിരുന്നു. ജോൺസൺ മാഷിൻ്റെ പാട്ടും ഒരു കട്ടൻ ചായയും മാത്രം ഒരു കുറവുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ പോലെ ഈ ചെമ്മീൻ കറി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി ചോറ് പറഞ്ഞു. ഇച്ചിരി ചെമ്മീൻ, അത് വേറെ ചോറിനാൻ വേണ്ടിയില്ല, ചെമ്മീൻ കറി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പിന്നെ ഇച്ചിരി ചോറ് പറഞ്ഞുണ്ടോ. കേട്ടോ അതിൻ്റെ അതൊന്നും ചെമ്മീൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇത് നമുക്ക് അൺലിമിറ്റഡ് ആണ് കേട്ടോ ചെമ്മീൻ കറിയൊക്കെ. അതുപോലെ ഇതേ ചെമ്മീൻ റോസ്റ്റ് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെമ്മീൻ അലർജി ഉള്ള ഒരാളാണ്. അതായത് ഫ്രഷ് ചെമ്മീൻ അല്ലെങ്കിൽ എനിക്ക് അലർജി ഉള്ള ആളാണ്. അപ്പോൾ ഇവർ ഫ്രഷ് ചെമ്മീനായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. കാളാഞ്ചി ഒരു സൈഡ് നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത സൈഡ് ക്ലീൻ ആക്കുക എന്നുള്ള യജ്ഞമാണ് നമുക്ക് മുമ്പുള്ളത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് നാരങ്ങ പിഴിയുക. ഇനി അറ്റാക്ക് തുടങ്ങുക.
ചെമ്പല്ലിയുടെ ടേസ്റ്റ് ആയിട്ടാണോ അതോ വന്നിട്ട് ഏറ്റവും നല്ല അടിപൊളി ഫുഡ് ഇവിടുത്തെ കിട്ടണമായിട്ടാണോ ഇയാൾ ചെമ്പല്ലിൽ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഫുഡ് അടി കഴിഞ്ഞു ഇവിടെ. അപ്പോൾ ഇലയൊക്കെ മടക്കി വെച്ച് ഞങ്ങൾ അങ്ങ് പോയേക്കുവാണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, കണ്ടെയ്നർ റോട്ടിൽ ടോൾ പ്ലാസയുടെ തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിൽ വെള്ളക്കാന്താരിയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ചേച്ചിമാരാട്ടോ ഡീൽ ചെയ്യണേ. അതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലും ഒരു പ്രശ്നം നിങ്ങൾ പേടിക്കണ്ട. അതുപോലെ തന്നെ സീ ഫുഡ് എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസ് മാത്രമേ ഉള്ളൂ. ഒത്തിരി പൈസ കൂടുതലായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ വന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാമോ. അതുവരേക്കും ബൈ.